ഈ ഒരു സത്യം തിരിച്ചറിയണം. എൻ്റെ ആദ്യ ജീവിതകാലത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാം പോലെ ദൈവ സ്നേഹം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ ആദത്തിൻ്റെ ശൈലിയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ലായിരുന്നു ആദത്തിൻ്റെ ജീവിത ശൈലി പിശാചിൻ്റെ കീഴിലാണെന്നുള്ളത്. അടിച്ചു പാർസലായിട്ട് ഞാൻ തോറ്റു. അടി പാർസലായിട്ട് കൊണ്ടു ഞാൻ തോറ്റു. ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയത് പലതും നഷ്ടപ്പെട്ടു. പല കാറുകൾ, പല വണ്ടികളുണ്ടായിരുന്നു. എനിക്ക് ഓടിക്കാൻ ഒരു വണ്ടി പോലും ഇല്ലാണ്ടായി. എൻ്റെ മോൻ ഇതാ അവനെയും കൊണ്ടും എൻ്റെ വൈഫ് ഡേ കെയറിൽ കൊണ്ടുപോയത് കാറിലാണ് കൊണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ വൈഫ് ഡേ കെയറിൽ അവനെയും ഡേ കെയർ ഇപ്പം വണ്ടി ഇല്ലാഞ്ഞിട്ട് തെരുവിലൂടെ അവനെയും പിടിച്ച് നടക്കാൻ തുടങ്ങി. വൈഫ് എന്നോട് പറഞ്ഞു, ചാച്ചാ നമുക്ക് റെന്റ് കാർ എടുക്കാം. ഈ അവസ്ഥയിലേക്ക് താണു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ സമയത്താണ് ദൈവം എനിക്ക് 1 യോഹന്നാൻ 5:4 വെളിപ്പെടുത്തി തന്നേ. മോനെ, നീ ഉപയോഗിക്കുന്ന ജീവിത രീതി തെറ്റാ. നീ എന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നീ ഉപയോഗിക്കുന്ന ജീവിത രീതി ആദത്തിലുള്ള ജീവിത രീതിയാ. അതല്ല ഉപയോഗിക്കേണ്ടത്. ക്രിസ്തുവിലുള്ള ജീവിത രീതി നീ ഉപയോഗിച്ചാൽ എന്തെല്ലാം സ്വർഗത്തിൽ നിന്ന് ജനിച്ച് താഴേക്ക് വരുന്നു അതൊക്കെ ലോകത്തെ ജയിക്കാൻ തുടങ്ങും. ലോകം വാഴുന്ന പിശാച, അവനെ ജയിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് എടുത്തതുകൊണ്ട് അവനെ ജയിക്കാൻ പറ്റത്തില്ല. ലോക സിസ്റ്റത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് ലോക ബുദ്ധി കൊണ്ട് അവനെ ജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് മുൻ നിയമിച്ചത്, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്, മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. അതെടുത്ത് നീ ഉപയോഗിച്ചാൽ നിനക്ക് പിശാചിനെ ജയിക്കാം. യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചത് ആ ജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ അവിടെ പറയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവർ എന്നെ അറിയുന്നില്ല, എന്നെ വേണ്ട, അവർക്ക് എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെയാണ് നീ ആ പരാതി തീർത്തു കൊടുക്കണ്ടേ. അപ്പാ അങ്ങേക്ക് ഞാനുണ്ട്, അങ്ങേക്ക് ഞാനുണ്ട്. ഹൃദയം തുറന്ന് പറയണം, അങ്ങേക്ക് ഞാനുണ്ടപ്പാ, അങ്ങേക്ക് ഞാനുണ്ട്. സ്നേഹം കൊതിക്കുന്ന ഒരു അപ്പന, സ്നേഹം കൊതിക്കുന്ന ആ അപ്പനോട് കൂടി ഇരിക്കാൻ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും, എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം പറയാം, എല്ലാ ദിവസവും രാത്രി 12 മണി കഴിഞ്ഞാൽ ആദ്യത്തെ അവർ ഞാൻ ഈ അപ്പനോട് കൂടി ആയിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറയും, നിന്റെ സകല സമ്പാദ്യത്താലും നിന്റെ ആദ്യ ഫലത്താൽ ഈ അപ്പനെ ബഹുമാനിക്കണം. അപ്പൻ ആഗ്രഹിക്കുന്നത് അപ്പനെ കിട്ടാതെ പോയത് കൊടുക്കുന്ന മക്കളായിട്ട് നമ്മളെ കാണണം. അപ്പം പരാതി പറയാ, കാളയ്ക്കും കഴുതയ്ക്കും തന്നെ യജമാനെ അറിയാം, എൻ്റെ മക്കൾക്ക് എന്നെ അറിയത്തില്ല. ആ അപ്പനെ കൊടുക്കേണ്ട സ്നേഹം അപ്പൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ കൂടെ വസിക്കാനാണ് നമ്മളുടെ സ്നേഹം അപ്പൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് റേഷൻ കട ചെല്ലുന്നത് പോലെ ഇത് ആരാധിച്ച കിട്ടുമെന്നൊന്നും പറയുന്നത് അതൊക്കെ നിർത്തിയിട്ട്, അപ്പാ ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല, ഇതാ അങ്ങേക്ക് സ്നേഹിക്കാനാണ്. ഒന്നും ചോദിക്കാനില്ല എനിക്ക്, അങ്ങേക്ക് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ആ സ്നേഹം ഒരല്പം കിട്ടിയാൽ മതി മക്കളെ, നിങ്ങൾക്ക് എല്ലാം ആയി. മനസ്സിലായോ? ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. അതൊക്കെ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹമല്ലേ. കിട്ടിയാൽ സ്നേഹിക്കുക, അല്ലെങ്കിൽ വിടും. പകരം അപ്പനോട് പറഞ്ഞ, അപ്പാ അങ്ങയുടെ സ്നേഹം സ്വീകരിക്കാൻ ഞാൻ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണവന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി, അവിടെ അപ്പനൊന്ന് മനസ്സിലാക്കി. കൊച്ചു കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ എന്നെ ചെയ്യും? പടാന്ന് പറഞ്ഞ് ഓടിച്ചു വിടുമോ, അതോ അടുത്ത് വിളിച്ചിട്ട് തലയിലിങ്ങനെ തലോടുമോ? അടിച്ചു വിളിച്ചിട്ട് മടിയിലേക്ക് ഇരി തലയിൽ തലോടും. എന്തോ നിങ്ങൾ കാണിക്കണേ? നിങ്ങളുടെ സ്നേഹം ആ കുഞ്ഞിലേക്ക് പകരുകയാണല്ലേ. അവിടെ ആ കുഞ്ഞു വന്ന് പറഞ്ഞില്ലല്ലോ, ആൻറ്റി ഞാൻ സ്നേഹിക്കുന്നു, ചേട്ടാ ഞാൻ സ്നേഹിക്കുന്നു എല്ലാം പറഞ്ഞ ഇല്ല. നിങ്ങളുടെ സ്നേഹം അങ്ങോട്ടേക്ക് പകരുകയാണ്. ഇതേപോലെ സ്നേഹം എന്ന് പേരുള്ള ദൈവത്തിന് സ്നേഹം ഒന്ന് പകരണ്ടേ? അതിന് കൂടെ പോയി നിന്ന് കൊടുത്തുകൂടെ? ആ അപ്പൻ്റെ അടുക്കൽ ചെല്ലണം, അപ്പം ഞാൻ വന്നത്